ഭാഗവതം കീ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആദ്യം പാരായണം ചെയ്യുന്ന അമ്മമാർക്ക് എൻ്റെ പ്രണാമം. അവർക്കൊരു ഫാന് പോലും കൊടുത്തില്ല. കൊടുത്തോ? കാരണം ഇന്ന് കാലത്ത് നമുക്ക് ഗ്രഹിക്കാൻ അറിവ് കുറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം സത്സംഗമൊക്കെ ആവശ്യം വന്നത്. മുൻപത്തെ കാലത്തൊക്കെ സപ്താഹം നടക്കുമ്പോൾ വിശദീകരണമില്ല. കാരണം എല്ലാവർക്കും അന്ന് കാലത്ത് സംസ്കൃതം അറിയാം. നമ്മൾ ഇങ്ങനെ ജ്ഞാനം കൊണ്ട് തരം താഴ്ന്നത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ ദേവഗണങ്ങളെല്ലാം ആസ്വദിക്കുന്നത് ശ്ലോകങ്ങളാണ്. 1980കളിൽ കേരള സർക്കാർ പരീക്ഷ നടത്തുമ്പോൾ ഒരു ചോദ്യ പേപ്പർ കൊടുത്തിട്ട് 10 ചോദ്യം ഉണ്ടെങ്കിൽ 10 എഴുതണം. പിന്നെ കുഞ്ഞുങ്ങൾ പുരോഗമിച്ചപ്പോൾ 10ൽ 8 എഴുതിയാണ്. കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് വിദ്യാഭ്യാസം പുരോഗമിച്ചപ്പോൾ 10ൽ 5 എഴുതിയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പേ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. കാരണം ഇയാൾ പാകിസ്ഥാൻ ബോർഡറിൽ യുദ്ധത്തിനല്ലേ പോകുന്നത്. 15 മിനിറ്റ് കൂൾ ഓഫ്. ഇപ്പം അതും മാറി സ്കൂളിൽ പോയാൽ മതി 10ാം ക്ലാസ് വരെ. ഇതിലിരുന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിദ്യ ഗ്രഹിക്കുന്ന കഴിവ് കൂടിയോ കുറഞ്ഞോ? അതേപോലെ ഇന്ന് ഒരു അധ്യായം എടുത്ത് നമ്മൾ ഇത്രയും വിവരിക്കേണ്ടി വന്നു. കാരണം കലികാലത്തിൽ നമ്മുടെ കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പ്രായേണ അല്പായുഷസഭ്യ കലൗവസ്മിൻ യുഗേ ജനാഹ മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യ. കലികാലത്തിലെല്ലാം ഭാഗ്യഹീനരാണ്. ആലോചിച്ച് മണ്ടത്തരം ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാ കൂടുതൽ. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം പാലാഴി മദനം വളരെ ശാസ്ത്രീയമായ സയൻറ്റിഫിക്കായ ഒരു കാര്യമാണ്. സൃഷ്ടിയുടെ അനേകം കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. രാവിലെ ഏത് അധ്യായമാണ് നമ്മൾ നോക്കിയത്? ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷത്തിൽ 2 പാഠം നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? നല്ല കഥയായി. എന്തൊക്കെയാണ്? കർമ്മഫലം. ജീവിതത്തിൽ ദോഷങ്ങൾ സംഭവിച്ചാൽ ഒന്നെങ്കിൽ അത് കർമ്മഫലമായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ നിശ്ചയമായിരിക്കും. രണ്ടാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകുക. ഇപ്പൊ നമ്മൾ പാലാഴി മദനം കാണുന്നു. ഭഗവാൻ ഈ പ്രപഞ്ചങ്ങളും ഗ്രഹങ്ങളും ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദേവന്മാരും അസുരന്മാരും പാലാഴി മദനം ചെയ്തപ്പോഴാണ് കാണുന്ന സർവത്ര സാധനങ്ങളും അതിലിരുന്ന് ഉയർത്തു വന്നത്. അതായത് ഭാഗവതം ഭഗവത്ഗീതയെ തള്ളിപ്പറഞ്ഞ് ആധുനിക സയൻസ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കുള്ളത്. പക്ഷേ ഭാഗവതം വ്യക്തമായി പറയുന്നു, നമ്മൾ ഇന്ന് സയൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ അതിന് ആവശ്യമായ തെളിവുകളില്ല. പക്ഷേ ഭാഗവതത്തിൽ എല്ലാം ശാസ്ത്രീയം. ഒരു ഫിസിക്സ് വിദ്യാർത്ഥിക്ക് അറിയാം, ഭൂമി സയൻസ് അനുസരിച്ച് ഒരു കാലഘട്ടത്ത് ഭൂമി പരന്നതാണ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഭൂമി പരന്നതാണ്. അതുകൊണ്ട് അലക്സാണ്ടർ തൻ്റെ സൈന്യത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് നിങ്ങൾ അറ്റം വരെ യാത്ര ചെയ്ത് വീണു പോകുന്നു. ഭൂമി പരന്നതാണെന്നാണ് സയൻസ് ആദ്യം വിചാരിച്ചത് അലക്സാണ്ടറുടെ കാലത്ത്. കോപ്പർനിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ട് വന്ന് പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന്
പറഞ്ഞപ്പോൾ അവൻ്റെ തല വെട്ടിയെടുത്തോളൂ. പക്ഷേ 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഗവതത്തിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലും ഭൂഗോളം, ഗോളം എന്ന് വെച്ചാൽ ഇന്ന് ആധുനിക സയൻസ് കണ്ടുപിടിക്കുന്നതിന് വളരെ വളരെ മുമ്പേ തന്നെ, ആധുനിക സയൻസ് കണ്ടുപിടിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭാഗവതവും ഗീതയും എല്ലാ സത്യവും വിവരിച്ചിട്ടുണ്ട്. പുനർജന്മത്തിന് ഇന്ന് കാലത്തിൽ വിശ്വാസമില്ല. പുനർജന്മം ഉണ്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം, കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ നമ്മളാരും മുത്തച്ഛനെയും മുതുമുത്തച്ഛനെയും ആരെയും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഒരു തലമുറ 2000 മുമ്പേ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? രാവിലെ പിരായിരി, ഇവിടെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ടോ? ഉണ്ട്. രാവിലെ 10 മണിക്ക് 10 കുട്ടികൾ ജനിക്കുന്നു. ചിലർ പൈസക്കാരൻ്റെ വീട്ടിൽ കുഞ്ഞായി ജനിക്കുന്നു, ചിലർ പാവപ്പെട്ടവരുടെ വീട്ടിൽ ജനിക്കുന്നു, ചിലർക്ക് ജന്മനാ അംഗവൈകല്യം സംഭവിച്ചു, കൈ പ്രവർത്തിക്കില്ല, കാല് പ്രവർത്തിക്കില്ല, അംഗഹീന. ചിലർ നല്ല ധനാഢ്യന്റെ കുടുംബത്തിൽ സുഖമായി കഴിയാൻ വേണ്ടി പോകുന്നു. ഒരേ ദിവസം ഒരേ സമയം ഒരേ സ്ഥലത്ത് ജനിച്ചത് കുഞ്ഞുങ്ങളിൽ ഇത്ര വ്യത്യാസം. ചില കുഞ്ഞുങ്ങൾ സുഖമായി കഴിയാൻ പോകുന്നു, ചിലത് കഷ്ടപ്പെടാൻ പോകുന്നു, ചിലത് നരകിക്കാൻ പോകുന്നു. എന്താണ് കാരണം? ദൈവം അല്ലെങ്കിൽ മണ്ടനായിരിക്കണം. ഒരു കുട്ടി നീ 13-ാം നമ്പർ വീട്ടിൽ പോ, നീ 18ലേക്ക് പോ, നീ 15ലേക്ക് പോ എന്ന് വിടാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ കാരണമുണ്ടായിരിക്കണം. എന്താണ് കാരണം? ഇതിന് കാരണമുണ്ടോ? അല്ല ദൈവം ഓരോ കുട്ടിയെ ഓരോ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. എന്തുകൊണ്ട് ചില കുഞ്ഞുങ്ങൾ സുഖമായി കഴിയാൻ ധനാഢ്യന്റെ വീട്ടിൽ ജനിക്കുന്നു, അതേസമയം ചില കുഞ്ഞുങ്ങൾ ദരിദ്രന്റെ മകനായി ജനിക്കുന്നു? ചിലത് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, അംഗവൈകല്യം. എന്തായിരിക്കും കാരണം? പൂർവജന്മ കർമ്മഫലം. വിശ്വസിച്ചാലും ശരി, നമ്മളത് ഇല്ലെന്ന് പറഞ്ഞ് തർക്കിച്ചാലും ശരി, അത് തന്നെയാ സത്യം. പൂർവജന്മ കൃതം പ്രാപം വ്യാധിരൂപേണ ജായത്തെ. ഇന്ന് ഡോക്ടർമാർ പറയുന്നു ഭക്ഷണക്രമത്തിൽ കൃത്രിമമുള്ളത് കൊണ്ടാണ് ക്യാൻസർ വരുന്നത്. ശരി, അംഗീകരിക്കുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ആ ഭക്ഷണമല്ലേ വീട്ടിൽ 5 പേരും കഴിക്കുന്നത്. ക്യാൻസർ എത്ര പേർക്ക് വന്നു? അപ്പൊ ബാക്കിയുള്ളവർക്ക് വരാത്തത്. പൂർവജന്മ കൃതം പാപം, മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപപുണ്യങ്ങളാണ് വ്യാധിരൂപേണ ജായത്തെ, രോഗങ്ങളായി വരുന്നത്. നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇല്ലെന്ന് പറഞ്ഞാലും ശരി, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം ഇല്ലെന്ന് എന്ത് പറഞ്ഞാലും ശരി, ഈ കർമ്മം, കർമ്മഫലം, ഈശ്വരൻ, ഇതിലൊക്കെ ഒരു സംശയവും ഇല്ല. ഇപ്പോൾ ഭാഗവതം പറയുന്നു, ഈ പാലാഴി മദനത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഉത്ഭവിച്ചു വന്നത്. ദേവന്മാരും അസുരന്മാരുടെ തമ്മിൽ ആർക്കാണ് അധികാരം എന്ന ഒരു മത്സരം. കനകം, കാമിനി, സ്ഥാനം, ഇത് 3 മായയുടെ 3 പിടിയ. ഇത്ര 1000 കൊല്ലമായിട്ടും മായ തൻ്റെ പിടി മാറ്റിയിട്ടേയില്ല. അന്ന് എന്ത് ഉപയോഗിച്ചോ അതേ വല തന്നെയാണ് ഇന്നും മാറ്റമില്ല. പക്ഷെ ആൾക്കാർ ഇതിൽ തന്നെ വീഴും. ഒരു പ്രായം വരെ സ്ത്രീ പുരുഷ ആകർഷണം, ബാലസ്താവ ക്രീഡാസക്ത. കുഞ്ഞായിരിക്കുമ്പോൾ കളി 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 കളി. ഇവിടെ അമ്മമാരുണ്ട്, കുട്ടികളെല്ലാം അപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രായം വരെ കളിക്കുക കളിക്കുക കളിക്കുക. പിന്നെ തരുണി, ഒരു യുവപ്രായത്തിൽ വരുമ്പോൾ ആൺ പെണ്ണ് എന്നുള്ള വശീകരണം. പിന്നെ വൃദ്ധനായി കഴിഞ്ഞാൽ ചിന്താമഗ്ന, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, ഇത്ര എന്തിനാ ചിന്തിക്കുന്നത്? ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് ആർമിയിലായിരുന്നു, ഞാൻ തോപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ഞാൻ ഈ പഴയ പുരാണം പറഞ്ഞുകൊണ്ടേയിരിക്കും. വൃദ്ധസ്ഥാവ ചിന്ത, വയസ്സായി എന്നർത്ഥം.
തേനേ ബ്രഹ്മണേ, ദൈവത്തിനെ കുറിച്ച് ആരാ ചിന്തിക്കും? അല്ലേ? ഇത്തരം കാര്യങ്ങളിൽ സമയം പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പൂർവജന്മകൃതം പാപം, മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളാ വ്യാധിരൂപേണ തിരിച്ചു വരുന്നത്. ഇപ്പൊ ദേവന്മാരുടെയും അസുരന്മാരുടെയും മുന്നേ ഈ ഒരു മത്സരം. ആദ്യം ആണ് പെണ്ണെന്നുള്ളത്, പിന്നെ കുറച്ച് പൈസ. പിരായിരിയിൽ എനിക്കൊരു വീട് ആയി, പുതിയ രണ്ടാമത്തെ സ്ഥലവും കൂടെ വന്നു. അപ്പൊ ഏകദേശം പൈസയും കുറഞ്ഞു. മൂന്നാമത്തെ എന്താ? സ്ഥാനമായി. എന്നെ മറ്റുള്ളവർ അംഗീകരിക്കണം. ഈ മൂന്നെണ്ണമാണ് മായ ആദ്യകാലം തൊട്ടേ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേർക്കാണ് പ്രശംസ ഇഷ്ടമല്ല? നിങ്ങളെ വന്ന് ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ അയ്യോ നാരായണ നാരായണ അങ്ങനൊന്നും പറയും, ചെവി കൊത്തിക്കൊണ്ട് ഓടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നിന്ന് കേൾക്കും, അകത്തൊരു സുഖമാണ് അത് കേൾക്കുമ്പോൾ, അല്ലേ? ഉടനെ നമ്മൾ പറയും എന്താണ്? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെന്തിനാ പറയണമെന്നറിയോ? നീ നിർത്തല്ലേ, പറഞ്ഞോണ്ടേ എനിക്ക് കേൾക്കാൻ സുഖം. അപ്പൊ ഇത് മൂന്നെണ്ണം, പണം, സ്ത്രീ പുരുഷ ആകർഷണം, സ്ഥാനമാനം, ഇത് ദേവന്മാർ മാത്രം വിലക്കല്ല, അവർക്കുമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദേവഗണങ്ങളും ദൈവം തമ്മിൽ വ്യത്യാസമുണ്ട്. ദേവഗണങ്ങൾ 1000 അശ്വമേധയാഗം ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ദേവേന്ദ്രന്റെ പദവി സിദ്ധിക്കും. ജനകനായി രാജാവായി കഴിഞ്ഞാൽ അയാൾക്ക് ബ്രഹ്മപദവി സിദ്ധിക്കും. അപ്പൊ ഇവരും മഹാവ്യക്തികളാ. പക്ഷെ ഇത്രയും യാഗഫലമൊക്കെ ചെയ്തിട്ട് ആ ഒരു സ്ഥാനത്തിൽ ചെന്ന് ഇരിക്കുകയാണ്. അതൊരു സ്ഥാനമാണ്. ഇന്ദ്ര, ചന്ദ്ര. ഇന്ദ്രൻ എന്ന് പറയുന്നത് സ്ഥാനമാണ്. ഭാഗവതത്തിൽ അവർക്ക് വേറെ വേറെ പേരുകളുണ്ട് ഇന്ദ്രന്മാർക്ക്. മനസ്സിലായോ? ഇപ്പോ നമ്മുടെ ക്ഷേത്ര തിരുമേനി, അത് അദ്ദേഹത്തിന്റെ പേരാണോ സ്ഥാനമാണോ? സ്ഥാനമാണോ പേരാണോ? കുറെ വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് വയസ്സാകുമ്പോൾ അടുത്ത ആള് വരാം. അല്ലെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തിന് പനി വരുമ്പോൾ വേറെ ഒരാൾ വരാം. അത് സ്ഥാനമാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം. ചന്ദ്രൻ, വരുണൻ, വായു, അഗ്നി സ്ഥാനമാണ്. പ്രളയം വന്ന് ഇവരെല്ലാം മോക്ഷപ്രാപ്തിയിലേക്ക് പോകുമ്പോൾ പുതിയ വ്യക്തികൾ ആ സ്ഥാനം അലങ്കരിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ദേവഗണങ്ങളും അസുരഗണങ്ങളും തമ്മിൽ ആ പിടിയും വലിയുമായി. ഇത് ഈ ശത്രുതയില്ലേ, ചിലപ്പം ചത്താലും പോകില്ല. അതായത് ഒരു ദിവസം ഭഗവാൻ ദേവേന്ദ്രനെയും സൂര്യദേവനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓരോരുത്തരടുത്തും പറഞ്ഞു, സൂര്യന്റെ അടുത്തും പറഞ്ഞു, ദേവേന്ദ്രന്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ മിടുക്കരാണ്, നിങ്ങളാണ് ഇതിന്റെ നേതാവ് എന്ന് പറഞ്ഞു. ഇപ്പൊ സൂര്യനും വിചാരിച്ചു ഞാനാണ് നേതാവ്, ഇന്ദ്രനും വിചാരിച്ചു ഞാനുണ്ട്. അത്രയാണ്. സൂര്യന്റെ അംശം ബാലിയായിട്ടും ഇന്ദ്രന്റെ അംശം സുഗ്രീവനായിട്ടും ജനിച്ചപ്പോ തൊട്ടേ മത്സരം. ഈ മത്സരം എപ്പോ തുടങ്ങിയതാ? മുമ്പേ തുടങ്ങിയതാ. ബാലി സുഗ്രീവന്മാർ ജനിച്ചന്ന് തൊട്ട് അടിയാണ്. എനിക്കാണോ നിനക്കാണോ, എനിക്ക് ഒരു പെണ്ണിനെ കെട്ടി താര, എനിക്കാണോ നിനക്കാണോ, രാജ്യം, എല്ലാത്തിനും അടി. ആ ശത്രുത ആ ജന്മത്തിൽ തുടങ്ങിയതല്ല. എപ്പോ തുടങ്ങിയതാണ്? അതിനും മുമ്പേ സൂര്യനായി ഇന്ദ്രനായി. പിന്നെന്ത് സംഭവിച്ചു? പാണ്ഡവരുടെ കാലത്ത് സൂര്യന്റെ മകൻ കർണനായിട്ടും ഇന്ദ്രന്റെ മകൻ അർജുനൻ കണ്ട ദിവസം തൊട്ട് ശത്രുതയാണ്. നമുക്ക് ചിലരെ കണ്ട ആദ്യം തൊട്ടേ ഇഷ്ടമല്ല. ചിലരെ കണ്ട 7 ജന്മ പരിചയം, ലോക്യം പോലെ കൈ പിടിക്കുക, സംസാരിക്കുക. ഇതിന്റെ മനസ്സിലാക്കുക, ഇതിപ്പോ തുടങ്ങിയതല്ല, മുന്നേ തുടങ്ങിയതാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പുനരപി ജനനം പുനരപി മരണം. അപ്പൊ ദേവഗണങ്ങൾക്കും അസുരഗണങ്ങൾക്കും തമ്മിൽ ശത്രുത. ദേവന്മാർ ഭൗതിക ആഗ്രഹം ഉണ്ടെങ്കിലും ഈശ്വരനെ ആശ്രയിക്കുന്നവരാണ്. അസുരഗണങ്ങൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരാണ്. അല്ലെങ്കിൽ സ്വയം ഞാൻ ആ പദവി ഏറ്റെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ മത്സരമാണ്. അവസാനം അമൃത് കിട്ടും എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ ലീലയില് ദേവന്മാരെ രക്ഷിക്കാൻ ഭഗവാൻ 6 വട്ടം അവതരിച്ചു എന്നാ പറയുന്നത്. 6 വട്ടം ഈ ഒരു ലീലയിൽ
ഭഗവാൻ 6 പ്രാവശ്യം അവതരിച്ചു. ആരെ രക്ഷിക്കാൻ? ദേവഗണങ്ങളെ രക്ഷിക്കാൻ. അതിനുശേഷം അതേത് പർവ്വതത്തിനെ മത്താക്കി? ഏത് പർവ്വതം? മേരുവ മന്ദരയ? മേരു അല്ലേ? ഉറപ്പാണ്? ശരി. മന്ദര പർവ്വതത്തിനെ വത്താക്കി ആര് കയറ്? വാസുകിയെ കയറാക്കി ദേവന്മാരും അസുരന്മാരും വലിക്കാൻ തുടങ്ങി. ആ പാലാഴിയിലിരുന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരിക. അപ്പൊ ബ്രഹ്മദേവൻ ഓരോന്നിനും വിധി കൽപ്പിക്കുന്നു. ഉദാഹരണം, തേങ്ങ വന്നു. ബ്രഹ്മാവ് പറഞ്ഞു 41 ദിവസം നിന്റെ സമയം കായ്ക്കണം തേങ്ങ. ഓ ശരി എന്ന് പറഞ്ഞു. മാങ്ങ ഇതുപോലെ എല്ലാം വന്നു. വർഷത്തിൽ 1 പ്രാവശ്യം. റൈറ്റ്. പഴങ്ങൾ, പച്ചക്കറി എല്ലാത്തിനും നിയമങ്ങൾ വെക്കാണ്. കശുവണ്ടി വന്നു. ബ്രഹ്മാവ് പറഞ്ഞു വർഷത്തിൽ 1. കശുവണ്ടി അനുസരിച്ചില്ല, 2 പ്രാവശ്യം. ബ്രഹ്മാവ് ദേഷ്യം വന്നിട്ട് പറഞ്ഞു വിത്ത് പുറത്തായിക്കോട്ടെ. എല്ലാം തമാശയാണ്, പക്ഷെ അതിലൊക്കെ കാര്യമുണ്ട്. പഴവർഗ്ഗങ്ങളിൽ എല്ലാ കൃഷി എന്താ പച്ചക്കറി, ഹലോ, പഴം പച്ചക്കറി വർഗങ്ങളിലെ വെച്ച് വിത്ത് പുറത്തായത് ആർക്ക് മാത്രമാണ്? കശുവണ്ടിക്ക് മാത്രമാണ് വിത്ത്. ഓവർ സ്മാർട്ട്. അതുകൊണ്ട് ഇവിടെ എനിക്കറിയില്ല, തമിഴ്നാട്ടിലൊക്കെ പറയും ഓവർ സ്മാർട്ട് ആണെങ്കിൽ മുന്തിരിക്കൊട്ടെ എന്ന് പറയും. ഇനി എക്സ്ട്രാ സ്മാർട്ട് കശു. ഇങ്ങനെ ഓരോ സാധനവും പാലാഴിയിലിരുന്ന് പുറത്ത് വന്നുകൊണ്ടേയിരുന്നു. ഓരോന്നയച്ചു വന്നു. അത് കഴിഞ്ഞ് മൃഗങ്ങൾ വരാൻ തുടങ്ങി. ദേവേന്ദ്രൻ വന്ന് പറഞ്ഞു അടുത്ത് വരാൻ പോകുന്നത് എനിക്കാണ്. ഐരാവതം വന്നു കൊണ്ടുപോയി. ബാലി വന്ന് പറഞ്ഞു അടുത്ത് വരാൻ പോകുന്നത് എനിക്കാണ്. ഒരു തവള വന്നു. ഉടനെ ബാലി എന്ത് ചെയ്തു? തവളയെ ചവിട്ടി പിടിച്ചു, ആരും കാണാതെ. അടുത്ത് വരാൻ പോകുന്ന എനിക്കാ. വീണ്ടും ബാലി പറഞ്ഞു. സുഗ്രീവൻ പറഞ്ഞു നിന്റെ ഊഴം കഴിഞ്ഞു, നിന്റെ ഊഴില്ലല്ലേ എന്റേതാണ്. താര വന്നു. 2 പേര് അടിയായി. അപ്പോഴേ ഗണപതി പറഞ്ഞു അടുത്ത് വരാൻ പോകുന്നത് എനിക്കാണ്. ഒരു കുട്ടി എലി സന്തോഷത്തോട് കൊണ്ടുപോയി. ഇങ്ങനെ ഓരോ. അപ്പോഴാണ് ഇടയ്ക്ക് ലക്ഷ്മി ദേവി വരുന്നത്. ഉടനെ എല്ലാരും പറഞ്ഞു എനിക്ക് വേണം. എല്ലാരും പറഞ്ഞു ഒരേ സ്വരത്ത് എനിക്ക് വേണം. അപ്പൊ ലക്ഷ്മി ദേവി 4 കണ്ടീഷൻ പറഞ്ഞു. ഒന്നിനോടും അസൂയയില്ലാത്തവർ, ഒന്നും എനിക്കെന്ന് വെച്ച് മാറ്റിവെക്കാത്തവർ, എല്ലാ ഐശ്വര്യമുണ്ടായിട്ടും അതിൽ അഹങ്കരിക്കാത്തവർ. ഇങ്ങനെ ഒരു 3-4 കണ്ടീഷൻ. അങ്ങനെ ഉള്ളവരുടെ കൂടെ ഞാൻ പോകാം. ബ്രഹ്മാവ് പറഞ്ഞു ഒരാളെ ഉള്ളൂ അങ്ങനെ. കയ്യും പിടിച്ച് നാരായണനെ എഴുതി കൊടുത്തു. ഇങ്ങനെ ഓരോ സാധനങ്ങളായി ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് അഗസ്ത്യ മഹർഷി വരുന്നത്. ബ്രഹ്മാവ് ചോദിച്ചു നിനക്ക് എന്ത് വേണം? ഞാൻ ഇത്ര കാലം സന്യാസിയായി യോഗിയായി ഇരുന്നു, ഇപ്പോൾ എനിക്കൊരു വിവാഹം കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ശരി, നിന്റെ ആവശ്യം പറ. എനിക്കൊരു പെണ്ണ് വേണം. നല്ല കാര്യം. എന്തൊക്കെയാ കണ്ടീഷൻ? ആ സ്ത്രീക്ക് അസൂയ എന്ന് പറയുന്ന സാധനം ഉണ്ടാകാൻ പാടില്ല. ഒന്നിനോടും പരാതി പറയാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കണ്ടിട്ട് മോഹിക്കാനോ ആഗ്രഹിക്കാനോ. ബ്രഹ്മ പറഞ്ഞു നിർത്ത്, അങ്ങനെ ഒരു സാധനം ഇല്ല ഇവിടെ. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കിക്കോ. അങ്ങനെ അഗസ്ത്യൻ ഉണ്ടാക്കിയതാ ലോപമുദ്ര. ലോപമുദ്ര എന്ന സുന്ദരിയായ സ്ത്രീ അത് ഉണ്ടാക്കി ജീവൻ കൊടുത്ത നിമിഷം തന്നെ ഈ അഗസ്ത്യൻ എന്തെല്ലാം കണ്ടീഷൻ പറഞ്ഞ് അതെല്ലാം ലോപമുദ്ര തെറ്റിച്ചു. തീർന്നു. അവിടെയും പരാജയം. ഇങ്ങനത്തെ ഒരു രസമാ പാലാഴി മദന. ഒരു രസമാ. ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുന്ന നവരത്നങ്ങൾ, സ്വർണം, ഇതെല്ലാം ഉയർത്തുയർത്ത് വന്നു. അവസാനം ലക്ഷ്മി, അത് കഴിഞ്ഞിട്ട് ധന്വന്തരി. എന്തൊരു അതിശയാണ്. അറിയുന്നവർ എൻ്റെ സത്സംഗം നേരത്തെ കേട്ടവർ ഇതിന് മറുപടി പറയാൻ പാടില്ല. അല്ലാത്തവർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം. ധന്വന്തരിയുടെ കയ്യിൽ 2 സാധനമുണ്ട്. എന്തൊക്കെയാണ്? ശരിയായ ഉത്തരം പറയുന്നവർക്ക് കല്യാൺ സിൽക്സിന്റെ മുണ്ടും ഷർട്ടും തരും. ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ 2 സാധനമാണ്. എന്തൊക്കെയാണ്? ധന്വന്തരിയോ? അമൃത് കലശം. ഓക്കെ, ശരി. പിന്നെ പറയൂ. അട്ട. കറക്റ്റ്, താങ്ക് യു. അട്ടപ്പുഴു. ഇനി എവിടെയെങ്കിലും പോയി ധന്വന്തരിയുടെ ചിത്രം കണ്ടാൽ ശ്രദ്ധിച്ചു നോക്കണം. അട്ടപ്പുഴു. ഇപ്പൊ ഞാനൊരു സയന്റിഫിക് ചോദ്യം ചോദിക്കാം. ശരീരത്തിലിരുന്ന് വേദനയില്ലാതെ ചോര എടുക്കാൻ പറ്റുമോ? ഇതിപ്പോ അട്ടയുടെ കാര്യം വന്ന പട്ടാ കുട്ടാണ്.
അല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ശരീരത്തിലിരുന്ന് വേദനയില്ലാതെ ചോര എടുക്കാൻ പറ്റുമോ? എങ്ങനെ മെഡിക്കൽ ഡോക്ടർ ചോര എടുത്താലും ഒന്നാ സൂചി കുത്തണം, ഇല്ലെങ്കിൽ വലിച്ചു കീറണം, അല്ലാതെ ചോര എടുക്കാൻ പറ്റൂലല്ലോ. ചോരേ വാ എന്ന് പറഞ്ഞ വരും അല്ലേ? അങ്ങനെ. അല്ലെങ്കിൽ മന്ത്രിയായിരിക്കണം, ടാക്സ് എന്ന പേരിൽ ചോര എടുക്കാം, അല്ലാതെ കുത്താതെ കീറാതെ ചോര എടുക്കാൻ പറ്റില്ലല്ലോ. ധന്വന്ത്രി എന്ന ആ ഒരു വൈദ്യന്റെ കയ്യിൽ അട്ടപ്പുഴുണ്ട്. അതെടുത്ത് വെച്ചാൽ ശരീരത്തിലുള്ള ചോരയെല്ലാം വലിച്ചെടുക്കും, നമ്മൾ അറിയത്തുമില്ല. നോക്കിക്കോളൂ, എത്ര വിദഗ്ധനായ വൈദ്യനാ അദ്ദേഹം. ധന്വന്ത്രി ഭഗവാന് കീ. നമ്മളെ ഡോക്ടർമാരെല്ലാം വെട്ടി കീറി പിന്നെ വിളിച്ചു പറയും, ഇന്നലെ എടുത്തത് തികഞ്ഞില്ല, ഒന്നും കൂടെ 1/2 ലിറ്റർ എടുക്കാം അല്ലേ? അട്ടപ്പുഴു. ആയുർവേദ വൈദ്യന്മാരെന്താ ചെയ്യും? ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും. അപ്പൊ നമ്മളൊരു രോഗം ചികിത്സയ്ക്കായി പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് എന്തോ ഒരു പഞ്ചസാര ഇതുപോലെ തേച്ചിട്ട് ഈ അട്ടയെടുത്ത് ഒട്ടിച്ചു പിടിപ്പിക്കും. അത് ഉള്ള ചോരയെല്ലാം വലിക്കും, നമ്മൾ അറിയത്ത് പോലും ഇല്ല. തണുത്തിരിക്കും ആ സ്ഥലം. അട്ട കടിച്ച അനുഭവം ഉണ്ടോ? മൂട്ട കടിച്ചത് മാത്രമേ ഉള്ളൂ. അട്ട കടിച്ച അനുഭവം ആർക്കൊക്കെ ഉണ്ട്? കുറച്ച് പേർക്ക്. അറിയേ ഇല്ല. ചോരയെല്ലാം എടുത്തതിന് ശേഷം ആ വൈദ്യൻ എന്തെയും അതിനെ വീണ്ടും ഒന്ന് പിഴിഞ്ഞ് ഉപ്പ് വെള്ളത്തിട്ട ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ആളുടെ ചോര എടുക്കാതെ റെഡിയായി പോകും. എത്ര മനോഹരമായ കണ്ടുപിടുത്തം! നമ്മൾ കണ്ടുപിടിക്കുന്നതെല്ലാം പാല പടുതാഴ്ച താഴെ വീഴുന്ന ബിൽഡിംഗ് വെച്ചാൽ അത് നിലത്ത് പോകുന്ന, കിണറ്റിനകത്ത് വെള്ളമില്ല. നമ്മൾ ചെയ്യുന്ന മൊത്തം കുഴപ്പമാണ്. അട്ടപ്പുഴുവും അമൃതകുംഭവും അമൃത കലശം. അപ്പോ അമൃത കലശം ഭഗവാൻ ധന്വന്തരി മൂർത്തി കൊടുത്തു. ഉടനെ അസുരഗണങ്ങൾ വന്ന് അത് പറിച്ചെടുത്തിട്ട് അസുരന്മാർക്ക് കൊടുക്കുമ്പോൾ ദേവന്മാർ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചു. മോഹിനി വന്നു. മോഹിനി ദേവി വന്ന് മോഹാലസ്യത്തിൽ അസുരന്മാരെല്ലാം കീഴ്പ്പെടുത്തി. മോഹിനിയെ അത് ഇതിലൊക്കെ പത്മപുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. മോഹിനിയുടെ സൗന്ദര്യം, നല്ല വലിയ കണ്ണുകൾ, കൺപിരിയമെല്ലാം മത്സ്യം പോലെ ഇങ്ങനെ വെള്ളത്തിൽ ചാടും, അതീവ സുന്ദരി. ഒരു കയ്യിൽ വെള്ളത്തിന്റെ കലവും, ഇനിയൊരു കയ്യിൽ ഈ മുടി ഇങ്ങനെ പിന്നിയിരിക്കില്ലേ നീളത്തിന്, അത് പിടിച്ചിട്ട് അത് ചുറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു കയ്യിൽ, ഇനിയൊരു കയ്യിൽ കലം. അസുരന്മാർ നോക്കിയിട്ട് ഓ അമൃത കലശമൊക്കെ കൊടുത്തു. ആരുടെ കൈ കൊടുത്തു? മോഹിനിയുടെ. എല്ലാവരെയും മോഹാലസ്യത്തിൽ കൊണ്ടുവന്നു. അസുരന്മാരെടുത്ത് മോഹിനി പറഞ്ഞു, നിങ്ങൾക്ക് മൊത്തം തരാം, കുറച്ചവർക്ക് ഞാൻ കൊടുത്തേക്കാം. ഓ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, വിരോധമേ ഇല്ല. അസുരഗണങ്ങളെ വരിയിൽ നിർത്തി, ദേവഗണങ്ങളെ വരിയിൽ നിർത്തി. ദേവഗണങ്ങൾക്ക് അമൃത് കൊടുത്തപ്പോൾ ഒരു ബുദ്ധിമാൻ ഉണ്ടായിരുന്നു അസുരന്മാരുടെ കൂട്ടത്തിൽ, പാലക്കാടുകാരൻ, ഒരു രാഹു. ഇവിടെ എന്തോ ഒരു പന്തികേട്, ഒരു കുഴപ്പമുണ്ടല്ലോ. വേഷം മാറി മറ്റേ ക്യൂവിൽ പോയി നിന്നു. അപ്പോ മോഹിനി മൂർത്തി രാഹുവിനും അമൃത് കൊടുത്തു. കിട്ടിയ പാടങ്ങ് വിഴുങ്ങി. ഉടനെ സൂര്യചന്ദ്രന്മാർ പറഞ്ഞു, അല്ലല്ല, ദേവനല്ല, അസുരനാണ്. മോഹിനി മൂർത്തി തന്റെ സുദർശന ചക്രത്തിനെ വരുത്തി അടുത്ത ക്ഷണം രാഹുവിന്റെ തല കൊയ്ത് മാറ്റി. പക്ഷെ അമൃത് കുടിച്ചത് കൊണ്ട് തലയും സെപ്പറേറ്റ് ജീവിച്ചു, ശരീരവും സെപ്പറേറ്റ് ജീവിച്ചു. രാഹുവിന് അന്ന് മുതൽ ശത്രുതയ. ആരെടുത്ത്? സൂര്യചന്ദ്രന്മാരെടുത്ത്. ഇവരാണ് കാണിച്ചു കൊടുത്ത ശത്രുത. ഉടനെ രാഹു എന്തെയും വർഷത്തിൽ ഒരു പ്രാവശ്യം ചെന്ന് സൂര്യനെ വിഴുങ്ങും, ചന്ദ്രനെ വിഴുങ്ങും. ശരീരം ഇല്ലാത്തതുകൊണ്ട് വിഴുങ്ങിയ ഇപ്പുറത്ത് കൂടെ പുറത്ത് വരും. അതിനെയാണ് ഗ്രഹണം എന്ന് പറയുന്നത്. അതുകൊണ്ടാ ക്ഷേത്രങ്ങളിൽ ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാത്തത്. എന്തുകൊണ്ടാ? സർവത്ര പഴങ്ങളും പച്ചക്കറിയും പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ചു വന്നു. ഉള്ളിയും വെള്ളുള്ളിയും മാത്രം രാഹുവിൻ്റെ ചോരയിലിരുന്ന് വന്നു. മനസ്സിലായ? സയൻസിൽ പഠിച്ചിട്ടില്ലേ? ചോരയിൽ 2 തരം സെൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? റെഡ് RBC. അപ്പൊ സ്കൂളിലൊക്കെ കറക്റ്റ് പോകുന്നുണ്ട്. RBC, WBC. റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ. ചുവന്ന ഉള്ളി, വെള്ളുള്ളി. ഇത് രണ്ടും ആരുടെ ചോരയിൽ നിന്നാ വന്നത്? രാഹുവിന്റെ. അതുകൊണ്ട് കാര്യമായിട്ട് ഉള്ളി ബജ്ജി, ഉള്ളി ചട്നിയൊക്കെ അടിച്ച നമ്മുടെ ഉള്ളിലൊരു രാഹു ഇങ്ങനെ പുറത്തു വരും. രാഹുവിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഒരു ക്ഷേത്രങ്ങളിലും
എന്തെടുക്കില്ല? ഏതെങ്കിലും അമ്പലത്തിൽ ഉള്ളി സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? നിവേദ്യം ഇല്ല. ഭഗവാന് സമർപ്പിക്കാൻ, നിവേദിക്കാൻ ഉള്ളി, വെളുത്തുള്ളി പോലെ സാധനങ്ങൾ എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് കാര്യമായിട്ട് ഉള്ളി എന്താ പറയാ, അങ്ങനെ ഒരു ദോശയുണ്ടല്ലോ, മേലെ ഉള്ളിയൊക്കെ ഇട്ട് തരും, ഊത്താപ്പം, ഓനിയൻ ഊത്താപ്പം. അടിച്ചടിച്ച് വന്ന അവസാനം എന്ത് സ്വഭാവം വരും? രാഹുവിന്റെ സ്വഭാവം. ഓൾറെഡി വീട്ടിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി 2 കൊമ്പും കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ എന്തൊഴിവാക്കും? ഉള്ളി, വെളുത്തുള്ളി. അങ്ങനെ ഈ ഒരു ലീലയിൽ ഭഗവാൻ 6 പ്രാവശ്യം അവതരിച്ചു എന്നാ പറയും. ആദ്യം അസുരന്മാരും ദേവഗണങ്ങളും ചെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് അമൃത് വേണം, ഞങ്ങൾ തമ്മിൽ ഒരു എപ്പോഴും മത്സരമാണ്. അപ്പൊ ഭഗവാനാണ് പറഞ്ഞത്, ഈ മന്ദരപർവ്വതം മേരുപർവ്വതോ? ഉറപ്പാണോ? ശരി, നീ പറയുന്നത് വിശ്വസിച്ചാ ഞാൻ പറയുന്നത് ഉറപ്പാണല്ലോ. ശരി, ഈ മന്ദരപർവ്വതത്തിനെ തൂക്കിക്കൊണ്ടുവന്ന് പാലാഴിയിൽ വെക്കാൻ പറഞ്ഞു. അതുവരെ ഗരുഡൻ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. എന്താണ് ഗരുഡന്റെ അഹങ്കാരം? സദാസമയവും ഭഗവാനെ ഞാനാണ് തോളിൽ കൂറ്റിക്കൊണ്ട്, ഞാൻ എന്ന ഒരു ഭാവം. നോക്കിക്കോളും, ചില ക്ഷേത്ര ആനകൾക്ക് വരെ അഹങ്കാരമുണ്ട്, ആ കുട്ടി അഹങ്കാരം. വേറെ ആനെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ മറ്റേ ആ തിടമ്പില്ലേ ഭഗവാന്റെ, വെക്കാൻ ഈ ആന സമ്മതിക്കില്ല. അമ്പലാന മാത്രമേ സമ്മതിക്കുള്ളൂ. മനുഷ്യരെ പോലെ തന്നെ മലയാള ആനകളും അവർക്കും കുറച്ച് അഹങ്കാരം. വേറെ ഗുരുവായൂരിലൊക്കെ അത് വളരെ പ്രസിദ്ധമാണ്. സ്ഥിരം വെക്കുന്ന ആനയുടെ തലയിൽ വെക്കാതെ തിടമ്പ് ഇനിയൊരു ആനയുടെ തലയിൽ വെച്ചാൽ ആന പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഉണ്ട്, ഗരുഡനും ഉണ്ടായിരുന്നു. സദാസമയം ഭഗവാനെ ഞാൻ ആ തോളിൽ തൂക്കുന്നത് എന്നൊരു കാരണം പുരാണങ്ങളിൽ, വേദങ്ങളിൽ പറയുന്നുണ്ട്. അതായത് തിരുപ്പതിയിൽ ഭഗവാനെ ഉണർത്താൻ ഒരു പാട്ട് പാടും അല്ലേ? കൗസല്യ സുപ്രജ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാനികം മാതാ സമസ്ത ജഗതാ മധുകൈഠഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീ സ്വാമിനി ശ്രുത ജനപ്രിയദാദശീലേ ശ്രീ വെങ്കടേശ ദൈതേ തവ സുപ്രഭാതം. ഇങ്ങനെ പാടിയാ ഭഗവാനെ ഉണർത്തുന്നത്. കൃഷ്ണപ്രിയയുടെ അമ്മ എങ്ങനെയാ കൃഷ്ണപ്രിയെ ഉണർത്തുന്നത്? കഴുത, കുരങ്ങ് അല്ലേ? ഭഗവാനെയൊക്കെ അതിമനോഹരമായ മന്ത്രം ചൊല്ലിയ ഇവര് ഉണർത്തുന്നത്. അപ്പൊ ഗരുഡൻ ഭഗവാനെ ഉണർത്തുന്ന സമയത്ത് അവിടെ വന്ന് നിന്ന് തന്റെ ചിറകുകൾ വീശുമത്രേ. ചിറകുകൾ വീശുമ്പോൾ അതിലിരുന്ന് സാമവേദം ഉത്ഭവിക്കും. ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, വേദങ്ങളിൽ വെച്ച് ഞാൻ സാമവേദമാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ കാറിൽ പോകുമ്പോൾ പാട്ട് ഇടാറില്ലേ? ഇത് തുടങ്ങി വെച്ചത് ഭഗവാൻ. ഗരുഡന്റെ പുറത്ത് കയറി ഇരുന്ന സാമവേദം വരും ചിറകുകളിൽ നിന്ന്. ഭഗവാൻ ആസ്വദിച്ചു പോകും. അപ്പൊ ഗരുഡനൊരു അഹങ്കാരം, ഞാനല്ലേ കൃഷ്ണനെ എല്ലാ സ്ഥലത്തും തൂക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഗരുഡ നീ ഒന്ന് സഹായിക്കുക, ആ മന്ദര പർവ്വതത്തിനടുത്ത് പാലാഴിയിൽ ഒന്ന് വെച്ചു കൊടുക്ക്. ഉടനെ ഗരുഡൻ വിചാരിച്ചത് നിസ്സാരം, ഇപ്പൊ ചെയ്യാം. നേരെ പോയി മന്ദര പർവ്വതത്തിനെ എടുക്കാൻ ശ്രമിക്കുന്നു, അനക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ തൂക്കുന്ന എനിക്ക് ഈ പർവ്വതത്തിന് എത്ര ശ്രമിച്ചിട്ട് ഈ പർവ്വതം അനങ്ങുന്നില്ല. തളർന്നു വന്ന് ഭഗവാന്റെ അടുത്ത് ഗരുഡൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഗരുഡ, നിന്നെ കൊണ്ട് സാധിക്കാത്തത് വല്ലതും ഉണ്ടോ? വാ നോക്കട്ടെ. ഭഗവാൻ വിളിച്ചോണ്ട് പോയി. എല്ലാ ദേവന്മാരും അതിന്റെ പുറത്ത് കയറാൻ പറഞ്ഞു. എല്ലാവരും പർവ്വതത്തിന് മേലെ കയറി. അസുരന്മാരെ കയറാൻ പറഞ്ഞു, കയറി. ഭഗവാൻ അതിനെ തൂക്കിയെടുത്ത കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഗരുഡന്റെ പുറത്ത് കയറി പറക്ക്. ഗരുഡൻ പറഞ്ഞു. വെറും പർവ്വതത്തിനെ അനക്കാൻ പറ്റാത്ത ഗരുഡൻ ഇപ്പൊ തോളിൽ ഭഗവാൻ, ഭഗവാന്റെ കയ്യിൽ പർവ്വതം, പർവ്വതത്തിൽ ദേവഗണങ്ങളും അസുരഗണങ്ങളും എല്ലാവരെയും നിസ്സാരമായി തൂക്കിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം നടത്തിക്കുന്നത് ആരാ? ഒരു ബൊമ്മലാട്ടം നടക്കുന്നത്. നമ്മളെല്ലാം പാവകളാണ്, നമ്മളെല്ലാം പാവകളാണ്. 3 കയറുണ്ട് ഭഗവാന്റെ കയ്യിൽ. സത്വ, രജ, തമോ 3 കയറുണ്ട്. അത് വെച്ച് ആട്ടുമ്പോൾ നമ്മൾ ടിങ് ടിങ് അടിക്കൂല, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ജഡ്ജാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ ഒന്നുമില്ല. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ
40 കാറിൽ ശശികല ബാംഗ്ലൂരിൽ പോയി അവസാനം 4 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ ശശികലയുടെ കഥ അറിയാമോ? ഭാഗവതത്തിലുള്ളതാണ്. അപ്പോ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായി പോകും. ഉണ്ടാക്കിയത് മുഴുവനും. കുലശേഖര ആൾവാർ എന്നൊരു മഹാഭക്തൻ ഉണ്ടായിരുന്നു. മുകുന്ദമാല സ്തോത്രം എന്നൊരു പുസ്തകം കേട്ടിട്ടുണ്ടോ? മുകുന്ദമാല രാജാ കുലശേഖരൻ രചിച്ചതാണ്. സദാസമയവും അദ്ദേഹം രാജ്യകാര്യങ്ങൾ നോക്കാതെ അമ്പലം അമ്പലം അമ്പലം. ഇവിടെ കൂടെ ചില ഭാരവാഹികളുടെ വീട്ടിൽ പറഞ്ഞു, വീട്ടുകാര്യം ഒന്നും നോക്കാറില്ല, ഇദ്ദേഹം എപ്പോഴും അമ്പലം 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 എന്ന് പറഞ്ഞ് നടക്കാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു കുലശേഖരൻ. അപ്പൊ മന്ത്രിമാര് ചോദിച്ചു, വീട്ടുകാര്യവും കൂടെ നോക്കിക്കൂടെ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, 14 ലോകം അണ്ടചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 33 കോടി ദേവഗണങ്ങളെയും നടത്തിക്കൊണ്ടുപോകുന്ന ഈശ്വരന് എൻ്റെ കൊച്ചു രാജ്യം നടത്താനാണോ ബുദ്ധിമുട്ട്? ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിം ന ക്ഷമഃ. എന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചന്ദ്രൻ ചൊവ്വയുടെ പുറത്ത് ഇടിച്ചു, ചൊവ്വ വ്യാഴന്റെ മേലെ വീണു, ശനി 2 ആഴ്ച ലീവ് എടുത്തിട്ട് പോയി, കേട്ടിട്ടുണ്ട്? അതെല്ലാം കൃത്യം. എന്ന് സൃഷ്ടി തുടങ്ങിയോ അത് കൃത്യമായി നടക്കുന്നു. ഇതെല്ലാം ഇത്ര മനോഹരമായി നടത്തുന്ന ദൈവത്തിന് ഒരു സോമനാഥന്റെ 2.5 വീട് നടത്താനാണോ പാട്? ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിം ന ക്ഷമഃ. എൻ്റെ ഒരു രാജ്യം നോക്കാനാണോ ദൈവത്തിന് പാട്? ശരണാഗതി, അതിനെ ആ ശരണാഗതി എന്ന് പറയുന്നു. അപ്പൊ ആദ്യം ഭഗവാൻ മേരുപർവ്വതത്തിനെ കൊണ്ടുവന്ന് വച്ചു. ഈ മേരുപർവ്വതം ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ, മന്ദനം ചെയ്തപ്പോൾ ചെളിക്കകത്ത് കുടുങ്ങി. കൃഷ്ണ നാരായണ എന്ന് വിളിച്ചു. കൂർമ്മമായി അവതരിച്ച് വീണ്ടും മന്ദനം ചെയ്യുമ്പോൾ പർവ്വതം ഒരു വശത്ത് ചരിയുന്നു, ഇനിയൊരു വശത്ത് ചരിയുന്നു. കൃഷ്ണ നാരായണ എന്ന് വിളിച്ചു. 1000 കൈയുള്ള നാരായണൻ പർവ്വതത്തിന്റെ മേലെ ഇരുന്ന് 1000 കൈകളും വിടർത്തി വെച്ച് പർവ്വതം താഴോട്ട് വീഴാണ്ട് നോക്കി. പിന്നെ അസുരന്മാരുടെ മുൻവരിയിൽ മഹാബലിയാണ്. ഒരു വലി വലിക്കുമ്പോൾ ദേവന്മാരെല്ലാം പർവ്വതിച്ചെന്ന് ഒരു ഇടി. വീണ്ടും കൃഷ്ണ നാരായണ എന്ന് വിളിച്ചപ്പോൾ അജിതൻ എന്നൊരു അവതാരം എടുത്ത് വരിയിൽ ഫ്രണ്ടിൽ നിന്ന് മഹാബലിക്ക് തുല്യമായ വാസുകിയെ വലിച്ചു. വീണ്ടും കൃഷ്ണ നാരായണ എന്ന് വിളിച്ചപ്പോൾ ധന്വന്തരി അമൃത് കൊണ്ടുവന്നു. അപ്പൊ അസുരന്മാര് പറിച്ചോണ്ട് പോയപ്പോ വീണ്ടും കൃഷ്ണ നാരായണ എന്ന് വിളിച്ചപ്പോൾ മോഹിനി വന്നു. ഒരു ലീലയിൽ എത്ര പ്രാവശ്യം ഭഗവാൻ അവതരിച്ചു. ശരണാഗതി, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിത സർവസ്വവും ദൈവം നടത്തിക്കൊണ്ടുപോകും. അതിൽ ഒരു സംശയവുമില്ല. ആ വിശ്വാസമാണ് ശരണാഗതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. Hare Rama Hare Rama, Rama Rama Hare Hare. Krishna
ഹരി രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരേ സീതാറാം ലക്ഷ്മൺ ഹനുമാൻ കീ. ഇനി കുറേ അവതാരങ്ങളുണ്ട്. നമ്മളിപ്പോൾ 9-ാം സ്കന്ധം രാമാവതാരം. വ്യാസനും ശുകമഹർഷിയും ആദ്യം തന്നെ വിവരിക്കുന്നുണ്ട്. വാൽമീകി എന്ന മഹാത്മാവ് 24,000 ശ്ലോകം കൊണ്ട് വിവരിച്ചത് കൊണ്ട് ആ അവതാര ലീല ഭാഗവതത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് ചെറിയ അധ്യായങ്ങളിൽ രാമാവതാരം ഒതുക്കി. രാമായണം, രാമാവതാരം 2 പുരുഷാവതാരം, 2 പൂർണ്ണ അവതാരങ്ങളാണ്. 10-ൽ 2 പൂർണ്ണാവതാരം. നരസിംഹവും ശ്രീരാമചന്ദ്രമൂർത്തിയും. നരസിംഹം ഒരു മുഹൂർത്തകാലം പ്രത്യക്ഷമായി. ശ്രീരാമചന്ദ്രമൂർത്തി 11,000 വർഷം പ്രത്യക്ഷമായിരുന്നു. അപ്പോൾ 2ാമത്തെ പൂർണ്ണ അവതാരം ശ്രീരാമചന്ദ്രമൂർത്തിയാണ്. രാമായണം വാൽമീകി മഹർഷി തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് രാമന്റെ കഥയല്ല, സീതായാം ചരിതം മഹത്. രാമന്റെ കഥയല്ല, ഇത് സീതയുടെ കഥയാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് രാമായണം. അപ്പോ സീത ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും അവർ ചെയ്യുന്ന ത്യാഗത്തിനെയാണ് അത് അഭിസംബോധന ചെയ്യുന്നത്. ത്യാഗങ്ങളിൽ വെച്ച് സീതാദേവിയുടെ ത്യാഗമാണ് ശ്രേഷ്ഠമായ ത്യാഗം. മഴ നിന്നോ? അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല. നിർത്തണമെങ്കിൽ അപ്പ കൈ ഉയർത്തിയാൽ മതി, ഞാൻ നോക്കാം. സീതയുടെ ത്യാഗമാണ് ഏറ്റവും വലുതായിട്ട് രാമായണം. എല്ലാവരും ത്യജിക്കുക. രാമായണത്തിൽ പറയുന്നു, ഒരു ആത്മീകവാദി എന്ന് വെച്ചാൽ ഒരു ചന്ദന കഷ്ണം പോലെ, ചന്ദന മരമില്ലേ, അത് ഒരച്ച് ലോകത്തിലുള്ള എല്ലാവർക്കും സുഗന്ധം തരും ചന്ദനം. ആ കട്ടയ്ക്ക് എന്ത് സംഭവിക്കും? ആ വിറകിന്, ആ മരത്തിന് എന്ത് സംഭവിക്കും? തേഞ്ഞു പോകും. വിളക്ക് കത്തി സ്വയം ആത്മഹത്യ ചെയ്ത്, വിളക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ അവർ ആത്മഹത്യ ചെയ്തിട്ട് ലോകത്തിന് പ്രകാശം തരും. സീതാദേവിയുടെ ജീവിതവും അങ്ങനെയാണ്. സീത ഭസ്മം സീതയിലിരുന്ന് വന്ന് ഭസ്മത്തിലോട്ട് തിരിച്ചു പോയി. അതുകൊണ്ട് പറയുന്നു, ഇത് രാമന്റെ, വാൽമീകി മഹർഷി പറയാ, ഇത് രാമന്റെ കഥയല്ല, സീതായാം ചരിതം മഹത്. സീതാദേവി ഭൂമി പിളർന്ന് അകത്ത് പോയ ഉടനെ വെറും 3 അധ്യായത്തിൽ രാമായണം തീർന്നു. അത് കഴിഞ്ഞ് 11,000 കാലം ശ്രീരാമചന്ദ്രമൂർത്തി അയോധ്യ ഭരിച്ചു, കോശലദേശം ഭരിച്ചു. പക്ഷെ 3 അധ്യായത്തിൽ തീർന്നു. ഈ 24,000 ശ്ലോകവും സീത ഉള്ളതുവരെയേ ഉള്ളൂ. അതുകൊണ്ടാ പറയുന്നത് രാമന്റെ കഥയല്ല. ആരുടെ കഥയാ? പതിത പാവന ജാനകി ജീവന സീതമോഹന രാം, സീതാമോഹന രാം. സീതാറാം ലക്ഷ്മൺ ഹനുമാൻ കീ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി. അതായത് 14 വർഷത്തിൽ 1 കൊല്ലം സീതാദേവി രാമനിലിരുന്ന് പിരിയേണ്ടി വന്നു. അതിൽ 3 മാസം അശോകവനത്തിൽ കഴിഞ്ഞു. എത്ര പേര് നിങ്ങൾ ശ്രീലങ്ക പോയിട്ടുണ്ടെന്ന് അറിയില്ല. പോയാൽ അശോകവനം കാണാം. പോയിട്ടുണ്ടോ ആരെങ്കിലും ശ്രീലങ്ക? 1, 2,
3-4 പേർ പോയി. അശോകവനം. എന്തുകൊണ്ടാ പേര്? ശോകം, ദുഃഖമില്ലാത്ത സ്ഥലം. എന്തുകൊണ്ടാണ്? മൊത്തം രാക്ഷസിമാരെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. പക്ഷെ സീത രാമ 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 എന്ന് ഭഗവാന്റെ നാമം നിരന്തരം ഉച്ചരിക്കുന്നത് കൊണ്ട് അശോകവനം. സീതയെ ബന്ധിച്ചു വെച്ചിരുന്നു അവിടെ. രാവണൻ എന്നും വന്ന് സീതയെ പേടിപ്പിക്കും. നീ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ രാമനെ കൊന്നുകളയും, വെട്ടിക്കളയും, നിന്നെ ഞാൻ അടുത്ത ദിവസം തിന്നുകളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. സീതാദേവി ഭക്ഷണം ഉപേക്ഷിച്ചു. എന്താ പറയാ, സർവ്വതും ഉറക്കമില്ല, ഭക്ഷണമില്ല,